വണ്ടി തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നു. പഴയ വാഹനങ്ങൾ അംഗീകൃത ഡീലർമാരിൽ നിന്ന് മാത്രം വാങ്ങണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ. അതായത് നിങ്ങൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വാർത്ത എല്ലാ പേജുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസർ കാർ അന്വേഷിച്ചിറക്കുന്ന ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള അംഗീകൃത ഡീലർമാരുടെ ഷോറൂമിൽ പോയിട്ട് വാഹനങ്ങൾ എടുക്കുക. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഇതൊരു സർട്ടിഫൈഡ് യൂസർ ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ടും ധൈര്യമായിട്ടും വാഹനങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 6 മാസം മുതൽ 1 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാരുതി വാഹനങ്ങളാണെങ്കിൽ 3 ഫ്രീ സർവീസ് ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണൂർ പൊടിക്കുണ്ടാണ് ലൊക്കേഷൻ വരുന്നത്. പൊടിക്കുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ വരാനും പോകാനൊക്കെ സൗകര്യമാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ സൗകര്യം ഉണ്ട്. വിലയിൽ വരുന്ന ചെറിയ വ്യത്യാസം നമുക്ക് വാഹനത്തിന്റെ ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഇതുപോലെയുള്ള ഷോറൂമുകളിൽ നിന്ന് വാഹനങ്ങൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. വീഴ്ചമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ ഇഗ്നിസ്. പുതിയത് ബുക്ക് ചെയ്ത് നമുക്ക് എത്ര വെയിറ്റിംഗ് പീരീഡ്? 6 മാസം എന്തായാലും ഉണ്ട്. എന്നാ വിഷമിക്കണ്ട, പുതിയതുപോലെ തന്നെയുള്ള ഷോറൂം കണ്ടീഷൻ ഇഗ്നിസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2023 മോഡൽ സിംഗിൾ ഓണർ വെറും 13,000 മാത്രം ഓടി വണ്ടി. 13,000 കിലോമീറ്റർ. സീറ്റ് ആണ് വേരിയന്റ് വരുന്നത്. അതായത് ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു സീറ്റ വേരിയന്റ് അല്ലേ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6.15 ആണ് ചോദിക്കുന്നത്. ലോൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? 30,000 രൂപ കൊടുത്താൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വാറന്റി ഉണ്ടാവോ? പിന്നെ മാരുതിന്റെ 1 വർഷത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ് എല്ലാം ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും പോലെ. സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ 800. അത് ലാസ്റ്റ് ഇവർ നിർത്തുമ്പോൾ ഒരു ഫേസിൽ നല്ലൊരു ക്വാളിറ്റി വാഹനം ഉണ്ടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നെ. ഇത് 2021 മോഡൽ വണ്ടിയാണ്. VXI ആണ്. സിംഗിൾ ഓണർ വണ്ടി. 51,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. ഇതിന് മാരുതി വരുന്ന 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസും ഉണ്ട്. അതായത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടി. ഇതിന് വില വരുന്നത് 3,45 വില വരുന്നത്. ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കിട്ടും. ബാക്കി നമുക്ക് ലോൺ. അതെ, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. മാരുതിയുടെ മിനി SUV സെഗ്മെന്റിൽ വരുന്ന എക്സ്പ്രസോ, അതും റയർ കളർ അല്ലേ, വെറൈറ്റി കളർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ 68,000 ഓടിയിട്ടുള്ളൂ. വേരിയന്റ് ഏതാ? VXI പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര പറഞ്ഞു? 68. പെട്രോൾ മാനുവൽ. ഞങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 390. ചെറിയ മാറ്റം ഞങ്ങളൊക്കെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാങ്ങാൻ വരുന്നത്. മാക്സിമം ലോണും കിട്ടും. മാരുതിയുടെ ബിഗ് വാഗനർ അല്ലേ. ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2020 മോഡൽ വണ്ടിയാണ്. ZXi ആണ്. സിംഗിൾ ഓണർ 41,000 മാത്രം ഓടി വണ്ടി. ഇതിന് വരുന്നത് 5.10 റേറ്റ്. ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 20,000 രൂപ കൊടുത്താൽ മതി. 20,000. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഗനർ വേണോ? വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2013 മോഡൽ വണ്ടിയാണ്. VXI വണ്ടി. സിംഗിൾ ഓണർ 93 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ വില വരുന്നത് 2.75. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഒരു 2.5 ലക്ഷം വരെ ലോൺ കിട്ടും. ലോൺ കിട്ടും. ഒരു 20-25 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വാഹനം സ്വന്തമാക്കാം. 4 സിലിണ്ടർ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം, 6 മാസം വാറണ്ടി, 2 സർവീസർ കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ. ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് 2018 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ 88,000 ഓടിയിട്ടുള്ളൂ. ഏത് വേരിയന്റ്? VXI വേരിയന്റ്. അത് ചില ഫീച്ചേഴ്സും VXI ഉണ്ട്. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഒക്കെ എല്ലാം ഉണ്ട്. സീറ്റ് കവേഴ്സും ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഞങ്ങൾ കണ്ടീഷൻ ടയേഴ്സ്. ആക്സിഡന്റ് റീപ്ലേസ് മേജർ കംപ്ലൈന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5.40. മാറ്റം 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസ് ഉണ്ട്. ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? 5 ലക്ഷം വരെ ലോൺ കിട്ടും. 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. SUV സെഗ്മെന്റിൽ പെടുന്ന മാരുതിയുടെ ബ്രസാദും ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. 2019 മോഡൽ VDI ഓട്ടോമാറ്റിക്. ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. ഒന്നും ചില്ലറ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പോപ്പുലർ ആയിരുന്ന 1 വർഷത്തെ വാറണ്ടി. 1 വർഷത്തെ വാറണ്ടി ഉള്ളതിന് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാനും കഴിയും. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് 7,50,000. 7.50 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ സൗകര്യം ഞങ്ങൾ കിട്ടില്ലേ? ഏകദേശം ഒരു ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്ന വാഹനമാണ് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10. അതും 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസ് പോയിട്ടില്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ 74,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട്. 3.40 വില വരുന്നത്. 3,40,000. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 30,000 രൂപ കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 6 മാസം വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസും ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് സർവീസ് സെന്ററിലും പോകാം. 1 വർഷം വാറണ്ടി ഉള്ള ടാറ്റ കമ്പനിയുടെ ടിയാഗോ. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ 58,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് 1 കൊല്ലം പോപ്പുലർ വാറണ്ടി. വില വരുന്നത് 3.65 വരുന്നത്. ഏതാ വേരിയന്റ്? XZ ആണ്. ഫുൾ ഓപ്ഷൻ തൊട്ടതാണ്. പെട്രോൾ മാനുവൽ അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഇതിന് ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും. വാഹനപ്രേമികളുടെ ഇഷ്ട വാഹനങ്ങൾ ഒന്നാണ് ഹ്യുണ്ടായിയുടെ i20 അല്ലേ. നമ്മുടെ നല്ലൊരു ക്വാളിറ്റി വാഹനം സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് അതിന്റെ തന്നെ. ഇത് 2017 മോഡലാണ്. i20 സ്പോർട്സ് ആണ്. പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർ 69,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ അല്ലേ. 1 വർഷം വാറണ്ടി കിട്ടും. വാറണ്ടി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കുക. അത് മാരുതിയുടെ വാഹനമല്ല, അതർ ബ്രാൻഡ് വാഹനമാണ്. എന്നിട്ട് പോലും നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്.
അത്രയും ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമാണ്. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2014 മോഡൽ VXI വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ആകെ 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ വണ്ടി. സ്ട്രിങ്ങുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലേ? അതെ. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് 390. 390 ചോദിക്കുന്ന പ്രൈസ്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 40,000 രൂപ കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. ഈ അടുത്ത കാലത്ത് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നായി മാറിയിട്ടുള്ള ഒരു വാഹനമാണ് മാരുതിയുടെ മിനി SUV എന്നറിയപ്പെടുന്ന എക്സ്പ്രസോ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ, 68,000 ഓടിയിട്ടുള്ളൂ. VXI പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന് വരുന്നത് 3,75. 3,75,000. അതെ. ഇത് നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഡൗൺ പേയ്മെന്റ് ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും. ബാക്കി 3,50,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇതിന് മാരുതി 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. വാഹനപ്രേമികളുടെ ഇഷ്ട വാഹനമായിട്ടുള്ള മാരുതി സ്വിഫ്റ്റ് ഇഷ്ട കളറിൽ നമ്മൾ വരുന്ന സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് VXI ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർ, 79,000 ഓടിയിട്ടുള്ളൂ. 79,000. പെട്രോൾ മാനുവൽ. സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,40. 4,40,000 രൂപയാണ് ഇവർ ചോദിക്കുന്ന പ്രൈസ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പോരാത്തതിന് നമുക്ക് ഇതിനെ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ. മാരുതി സുസുക്കിയുടെ ബ്രസ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2020 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ, 56,000 മാത്രം ഓടിയ വണ്ടി. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ. സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ ആണ്. എല്ലാം ഓക്കെയാണ്. മേജർ ആക്സിഡന്റ് ഇല്ല, മേജർ കംപ്ലൈന്റ് ഇല്ല. മാരുതി 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസും ഉണ്ട്. അതായത് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനമാണ്. പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ കഴിയുന്ന നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ ആണ്. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന് 8,35,000. 8,35,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? 8 ലക്ഷം രൂപ ലോൺ കിട്ടും. 8 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുന്ന 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉള്ള വാഹനമാണ്. വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നാണ് മാരുതി ഈ ഒരു ഫേസിൽ വരുന്ന സ്വിഫ്റ്റ്. നമ്മുടെ നല്ലൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡൽ വണ്ടിയാണ്. 62,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിന് വില വരുന്നത് 3,95. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. മേജർ ആക്സിഡന്റ് ഇല്ല, മേജർ കംപ്ലൈന്റ് ഇല്ല, കിലോമീറ്റർ തിരിച്ചില്ല, ടോട്ടൽ ലോസ് ആയില്ല, ഒന്നുമില്ല. ജെന്യൂൻ ആണ്. നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, എല്ലാം ചെക്ക് ചെയ്ത വാഹനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നോക്കിയിട്ടാണ് ഇവർ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ തലവേദന കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഇതിന് ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും. കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ സ്വിഫ്റ്റ് കാറുകൾ നോക്കി നടക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് റെനോൾട്ടിന്റെ കിഡ് നമ്മുടെ സ്റ്റോക്കിൽ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2017 മോഡൽ RXL ആണ്. 45,000 മാത്രം ഓടിയ വണ്ടി. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. പെട്രോൾ മാനുവൽ. സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ അല്ലേ? പോപ്പുലർ ആയിരുന്ന 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ കംപ്ലൈന്റ് ഉണ്ടോ, റീപ്ലേസ് ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഇല്ലാത്തതിന്റെ പേരിലാണ് ഒരു 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. ഇതിന് വില വരുന്നത് 2,35,000. 2,35,000. മാരുതി സുസുക്കിയുടെ റിഡ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് പെട്രോൾ വണ്ടിയാണ്. 2012 മോഡൽ VXI വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ? 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ക്വാളിറ്റി ഇല്ലാത്ത വാഹനങ്ങളൊന്നും ഷോറൂമിൽ സെയിൽ ചെയ്യില്ല. നമ്മൾ പുറത്ത് കൊടുക്കും. നമ്മൾ ഇവിടെ ഇട്ട് വിൽക്കുന്ന വാഹനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് ആവും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2 ലക്ഷം. സെഡാൻ സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കി നടക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള മാരുതി സ്വിഫ്റ്റ് ഡിസയർ, അതും ഡീസൽ വാഹനം. ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് സെറ്റ് ചെയ്യാൻ ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർ. ആകെ 58,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏതാ മോഡൽ? 2013 മോഡൽ. 13 മോഡൽ. ഇത് ഓടിക്കുന്ന കിലോമീറ്റർ കിലോമീറ്റർ. ഡീസലൊക്കെ അത്യാവശ്യം മൈലേജ് കാണാനൊക്കെ കിട്ടും. നല്ല മൈലേജ് കിട്ടും. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് ട്രൂ വാല്യൂ ഷോറൂം ആയതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പൈസ. ഇത് 4,20. 4,20,000. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2021 മോഡൽ സിംഗിൾ ഓണർ LXI വണ്ടിയാണ്. 47 ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇതിന് മാരുതി 6 മാസം വാറണ്ടി, 2 ഫ്രീ സർവീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ളി മെയിൻറ്റെയിൻസ് ചെയ്ത് വരുന്ന വണ്ടിയാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 3,75 വില വരുന്നത്. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 3.5 ലക്ഷം വരെ ലോൺ കിട്ടും. 4 സിലിണ്ടർ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ട് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് LXI ആണ്. സിംഗിൾ ഓണർ വണ്ടി. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ മാനുവൽ. സ്ട്രിങ്ങുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിൾ. 1 വർഷം പോപ്പുലറിന്റെ വാറണ്ടി. 1 വർഷം വാറണ്ടി ഉണ്ട്. അതാണ് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന എടുത്തെടുത്ത് പറയുന്നതിന്റെ മറ്റൊരു കാരണം വാറണ്ടി ഉള്ള വാഹനമാണ്. ചോദിക്കുന്ന പ്രൈസ് 4,55. 4,55,000 രൂപ. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 10,000 രൂപ കൊടുത്താൽ 10,000 രൂപ കൊടുത്താൽ മതി. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ഓട്ടോമാറ്റിക് വാഗനർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. കാരണം ഈ ഒരു മാസം നല്ലൊരു വാഹനം സ്റ്റോക്ക് ഉണ്ടല്ലേ? നമുക്ക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2017 മോഡൽ വണ്ടിയാണ്.
ഓട്ടോമാറ്റിക് ആണ്, 28,000 മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. 28,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് വാനാണ്. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് 3,90,000. 3,90,000. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 30,000 രൂപ കൊടുത്താൽ 30,000 രൂപ. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത് പറയേണ്ടത് ഞായറാഴ്ച നമുക്കിവിടെ ഓപ്പൺ ആണ്. അതായത് നമ്മുടെ ജോലിയോ മറ്റുള്ള തിരക്കോ കാര്യങ്ങളൊന്നും മാറ്റി വെക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവ് അപ്പോൾ നമുക്ക് ഷോറൂമിലേക്ക് വരാം. ഇവിടെ എപ്പോഴും ആളുണ്ടാവും. അപ്പോൾ ഈ വാഹനങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടോ.